എല്ലാ ഫ്രണ്ട്സിനും PSC ഇൻഫോ വേൾഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. പതിവ് പോലെ തന്നെ നമ്മൾ ഇന്നും LDC പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള മോഡൽ എക്സാം തന്നെയാണ് ചെയ്യുന്നത്. 50 ക്വസ്റ്റ്യനാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കൂടാതെ നിങ്ങൾക്ക് കിട്ടിയ സ്കോർ എത്രയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ, അതായത് LDC LGS എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെ പരമോന്നത കായിക പുരസ്കാരമായ ഖേൽ രത്ന ലഭിച്ച ഒരേയൊരു ഫുട്ബോൾ താരം. ഖേൽ രത്ന ലഭിച്ച ഒരേയൊരു ഫുട്ബോൾ താരം. ഓപ്ഷൻ ഡി, സുനിൽ ഛേത്രി. 1993 നിലവിൽ വന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ. ഓപ്ഷൻ എ, ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. തന്നിരിക്കുന്നവയിൽ കൃഷ്ണ നദിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? കൃഷ്ണ നദിയെ സംബന്ധിച്ച് നൽകിയിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ. ഓപ്ഷൻ ഡി, 1ഉം 2ഉം പ്രസ്താവനകൾ ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. കൃഷ്ണരാജ സാഗർ ഡാം, ശിവസമുദ്രം, ശ്രീരംഗം എന്നീ ദ്വീപുകൾ കാവേരി നദിയിലാണ്. അടുത്ത ചോദ്യം, പ്രാദേശികവാദങ്ങളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി ആണ് തെറ്റായ പ്രസ്താവന. പ്രീ മൺസൂൺ എന്നറിയപ്പെടുന്നത് മാംഗോ ഷവർ ആണ്. ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി, 1ഉം 2ഉം പ്രസ്താവനകൾ ശരിയാണ്. 3ഉം 4ഉം പ്രസ്താവനകൾ തെറ്റാണ്. ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ലെന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ച കേസ് ദേരുവാരി കേസാണ്. അതുപോലെ തന്നെ 1947 ജനുവരി 22 ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം ഭരണഘടന പാസ്സാക്കിയതേ ഉള്ളൂ. 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. അടുത്തത്, ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമായത്? ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമായ പഞ്ചവത്സര പദ്ധതി. ഉത്തരം ഓപ്ഷൻ ബി, 2ാം പഞ്ചവത്സര പദ്ധതി. 2024 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തിരഞ്ഞെടുത്തത്. 2024 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ട നഗരം. ഓപ്ഷൻ ഡി, സ്ട്രാസ്ബർഗ്, ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ്. ഏറ്റവും കൂടുതൽ മഴക്കാടുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം. കേരളത്തിലെ ഏത് ദേശീയോദ്യാനത്തിലാണ് ഏറ്റവും കൂടുതൽ മഴക്കാടുകൾ കാണപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, സൈലന്റ് വാലി ദേശീയോദ്യാനം. അടുത്ത ചോദ്യം, മുത്തങ്ങ വന്യജീവി സങ്കേതത്തിലെ സംരക്ഷിത മൃഗം. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏത്? ഉത്തരം ഓപ്ഷൻ സി, ആന. താഴെ കൊടുത്തിട്ടുള്ളവയെ കാലഗണനാ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. താഴെ തന്നിരിക്കുന്ന വിവരങ്ങളെ കാലഗണനാ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. ഓപ്ഷൻ സി, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം
അതിനുശേഷം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, അത് കഴിഞ്ഞ് ഫ്രഞ്ച് വിപ്ലവം, ഏറ്റവും ഒടുവിൽ നടന്നത് റഷ്യൻ വിപ്ലവം. വാഗൺ ട്രാജഡിയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ ബി ആണ് തെറ്റായ പ്രസ്താവന. വാഗൺ ദുരന്ത സമയത്തെ വൈസ്രോയി ആയിരുന്നു റീഡിംഗ് പ്രഭു. കാനിംഗ് പ്രഭു അല്ല, റീഡിംഗ് പ്രഭു. അടുത്ത ചോദ്യം, റാബി വിളകളിൽ പെടാത്തത് ഏതെന്ന് കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്ന വിളകളിൽ റാബി വിളകളിൽ പെടാത്തത്. ഉത്തരം ഓപ്ഷൻ എ, റാഗി. GST കൗൺസിലിൻ്റെ ചെയർപേഴ്സൺ ആരാണ്? GST കൗൺസിലിൻ്റെ ചെയർപേഴ്സൺ. ഉത്തരം ഓപ്ഷൻ സി, കേന്ദ്ര ധനമന്ത്രി. അടുത്ത ചോദ്യം, ISRO പുതിയ ബഹിരാകാശ തുറമുഖം സ്ഥാപിക്കുന്നത് എവിടെയാണ്? ISRO പുതിയ ബഹിരാകാശ തുറമുഖം സ്ഥാപിക്കുന്ന സ്ഥലം. ഓപ്ഷൻ എ, കുലശേഖരപട്ടണം. രാജ്യാന്തര ചെറുധാന്യ വർഷമായി ഐക്യരാഷ്ട്ര സംഘടന ആചരിച്ചത് ഏത് വർഷമാണ്? രാജ്യാന്തര ചെറുധാന്യ വർഷമായി ആചരിച്ച വർഷം. ഓപ്ഷൻ ബി, 2023. പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി 1, 2, 4 പ്രസ്താവനകൾ ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. പേവിഷബാധ, ഡെങ്കിപ്പനി എന്നിവ വൈറസ് മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ്. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഗ്രാഫൈറ്റുമായി ബന്ധമില്ലാത്തത് ഏത്? ഓപ്ഷൻ സി ആണ് തെറ്റായ പ്രസ്താവന. ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ രൂപാന്തരം വജ്രമാണ്. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകവുമായി ബന്ധമുള്ളത്. താഴെ പറയുന്നവയിൽ കാർബൺ ഡൈ ഓക്സൈഡുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി ആണ് എല്ലാ പ്രസ്താവനകളും ശരിയാണ്. പ്രസ്താവനകൾ പരിശോധിച്ച് ഉത്തരം കണ്ടുപിടിക്കുക. ഓപ്ഷൻ എ, എറണാകുളം. തന്നിരിക്കുന്ന വിവരങ്ങൾ ചേരുംപടി ചേർക്കുക. താഴെ തന്നിരിക്കുന്ന വിവരങ്ങളെ ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ സി, ചൂർണി, പെരിയാർ, പേരാർ, ഭാരതപ്പുഴ, ബാരിസ്, പമ്പ, തലയാർ, പാമ്പാർ. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അനുച്ഛേദം. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന പേരിൽ അറിയപ്പെടുന്ന അനുച്ഛേദം. ഓപ്ഷൻ ബി, അനുച്ഛേദം 32. ഡോക്ടർ BR അംബേദ്കർ ആണ് 32ാം അനുച്ഛേദത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം, കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ആദ്യ വനിതാ ദുരന്ത നിവാരണ സംഘം. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ആദ്യ വനിതാ ദുരന്ത നിവാരണ സംഘം. ഉത്തരം ഓപ്ഷൻ ഡി, പിങ്ക് അലേർട്ട്. തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ആണ് തെറ്റായ പ്രസ്താവന. ആൻറ്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജൻ അല്ല, ഗ്ലോബുലിൻ ആണ്.
ജലത്തിൻ്റെ സാന്ദ്രതയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ആണ് തെറ്റായ പ്രസ്താവന. ഒരു ബീക്കറിലെ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഐസ് ഉരുകുമ്പോൾ ബീക്കറിലെ ജലത്തിൻ്റെ അളവിൽ മാറ്റങ്ങളൊന്നും വരുന്നില്ല. കൂടുകയുമില്ല, കുറയുകയുമില്ല. മാറ്റമില്ലാതെ തുടരുകയാണ് ചെയ്യുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ രാസമാറ്റങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് ഏത്? രാസമാറ്റങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത്. ഉത്തരം ഓപ്ഷൻ ബി, കുപ്പി പൊട്ടുന്നത്. അടുത്ത ചോദ്യം, ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം. ഓപ്ഷൻ ഡി, അഞ്ജു ബോബി ജോർജ്. താഴെ പറയുന്നവയിൽ സുഗതകുമാരിയുടെ കൃതികളിൽ പെടാത്തത്. സുഗതകുമാരിയുടെ കൃതികളിൽ പെടാത്തത്. ഉത്തരം ഓപ്ഷൻ സി, അക്ഷരം. അക്ഷരം ONV കുറുപ്പിൻ്റെ കൃതിയാണ്. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ എ. തന്നിരിക്കുന്ന പ്രസ്താവനകളെല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം, പ്ലാസി യുദ്ധം നടന്ന വർഷം. പ്ലാസി യുദ്ധം നടന്ന വർഷം. ഓപ്ഷൻ സി, 1757 ജൂൺ 23. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അക്ബർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആര്? ബ്രിട്ടീഷ് ഇന്ത്യയുടെ അക്ബർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഭരണാധികാരി. ഓപ്ഷൻ ബി, റിച്ചാർഡ് വെല്ലസ്ലി. ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി. ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി, ശരാവതി. ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശീയമായി വികസിപ്പിച്ച ഏവിയേഷൻ വെതർ മോണിറ്ററിംഗ് സിസ്റ്റം നിലവിൽ വന്ന വിമാനത്താവളം. ഓപ്ഷൻ ബി, ബംഗളൂരു കെമ്പഗൌഡ വിമാനത്താവളം. അടുത്ത ചോദ്യം, ആരോഗ്യ മേഖലയിൽ നൂതന സങ്കേതങ്ങൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ അവാർഡ് നേടിയ സംസ്ഥാനം. ഓപ്ഷൻ എ, കേരളം. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും കാരണങ്ങളെ ചോർച്ചാ സിദ്ധാന്തമായി ആവിഷ്കരിച്ചത് ആര്? ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ച വ്യക്തി. ഓപ്ഷൻ സി, ദാദാഭായ് നവറോജി. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് ആര്? കപ്പലോട്ടിയ തമിഴൻ. ഓപ്ഷൻ ബി, VO ചിദംബരം പിള്ള. പ്രേക്ഷകൻ എന്ന പദത്തിന് കാഴ്ചക്കാരൻ എന്നാണ് അർത്ഥം. എന്നാൽ പ്രേക്ഷകൻ എന്ന പദത്തിന് എന്താണ് അർത്ഥം? ഓപ്ഷൻ എ, പറഞ്ഞയച്ചവൻ. സൂര്യൻ്റെ പര്യായമല്ലാത്തത് ഏത്? താഴെ പറയുന്നവയിൽ സൂര്യൻ്റെ പര്യായമല്ലാത്തത്. ഓപ്ഷൻ സി, സോമൻ. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ അർത്ഥം. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ അർത്ഥം. ഓപ്ഷൻ ബി, ചുരുക്കി പറയുക. വല്ലകി എന്ന വാക്കിൻ്റെ പര്യായ പദം എഴുതുക. വല്ലകിയുടെ പര്യായ പദം. ഉത്തരം ഓപ്ഷൻ സി, വീണ. ദർശകൻ, സ്ത്രീലിംഗ പദം.
ദർശകൻ എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗ പദം. ഓപ്ഷൻ സി ദർശക. The reported form of the doctor said to him avoid junk food. Option A, the doctor advised him to avoid junk food. They have cut all telephone wires. The passive voice of the above sentence is. Option B, all telephone wires have been cut. Synonym of the word astonish is dash. Option D, amaze. Antonym word for disdain is dash. Option A, respect. The public meeting was dash because of bad weather. Option B, called off. അടുത്ത ക്വസ്റ്റ്യൻ. സുമ ഒരു ബാങ്കിൽ 25,000 രൂപ നിക്ഷേപിച്ചു. പലിശ നിരക്ക് 11%. 3 വർഷം കഴിയുമ്പോൾ എത്ര രൂപ തിരികെ ലഭിക്കും? ഓപ്ഷൻ സി 33,250. അമ്മാവൻ്റെ വീട്ടിലേക്ക് അപ്പു 15 km/മണിക്കൂർ വേഗത്തിൽ സൈക്കിളിൽ പോയി. തിരിച്ചു വന്നത് 10 km/മണിക്കൂർ വേഗത്തിലാണ്. ആകെ യാത്രയുടെ ശരാശരി വേഗത എത്രയാണ്? ഓപ്ഷൻ എ 12 km/h. ഒരു ക്ലാസ്സിലെ 10 കുട്ടികളുടെ ശരാശരി ഭാരം 40 കിലോഗ്രാമാണ്. ക്ലാസ് ടീച്ചറുടെ ഭാരം കൂടി കൂട്ടിയപ്പോൾ ശരാശരി 1 കിലോ വർദ്ധിച്ചു. എന്നാൽ ടീച്ചറുടെ ഭാരം എത്ര? ഓപ്ഷൻ ബി 51. ഒരു സ്ത്രീയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബാബു പറഞ്ഞു, എൻ്റെ അമ്മയുടെ മകളുടെ അച്ഛൻ്റെ സഹോദരിയാണ് അവർ. ആ സ്ത്രീ ബാബുവിൻ്റെ ആരാണ്? ഓപ്ഷൻ സി അമ്മായി. ബാബുവിൻ്റെ അമ്മയുടെ മകളെന്ന് പറയുമ്പം ബാബുവിൻ്റെ സഹോദരി. അപ്പം ആ മകളുടെ അച്ഛൻ എന്ന് പറയുമ്പോൾ ബാബുവിൻ്റെ അച്ഛനാണ്. ആ അച്ഛൻ്റെ സഹോദരി അമ്മായി. അവസാനത്തെ ചോദ്യം. ഒരു ക്ലോക്ക് 9:20 എന്ന സമയം കാണിക്കുന്നു. ക്ലോക്കിൻ്റെ പ്രതിബിംബം കാണിക്കുന്ന സമയം എത്ര? ഓപ്ഷൻ ഡി 2 മണിക്കൂർ 40 മിനിറ്റ്. എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.